ഹലോ ഗൈസ്. ഹായ് ഗായ്സ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ശബരിയങ്ങളുടെ 32ാമത്തെ 32nd പിറന്നാളാണ്. ബർത്ത്ഡേ ആണ് എൻ്റെത്. സോ ഞാൻ ആക്ച്വലി എക്സൈറ്റഡ് ആണ്. അല്ല, ഇത്ര വരെ എത്തിയിട്ടുണ്ടല്ലോ. ഇത്രയും നാൾ ജീവിച്ചിരിക്കാൻ പറ്റിയത് തന്നെ വളരെ വളരെ ഭാഗ്യം. എന്ത് അല്ല, അതൊരു ഭാഗ്യമാണ് ആക്ച്വലി. സോ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ ഞങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഈ യൂട്യൂബ് ചാനൽ. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഒരു ശുഭദിനം എന്ന പോലെ, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം എന്ന പോലെ ശബരിയങ്ങളുടെ 32nd ഇയർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ. അതെ, ഒരു ഈ സ്റ്റാർട്ടിങ്ങിലോട്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ശബരി റാൻഡംലി ആണ് എൻ്റെ അടുത്തേക്ക് വന്നത്. സെയിങ്ങിലേക്ക് നമുക്കൊരു വീഡിയോ എടുത്താലോ എന്നുള്ള രീതിയിൽ. ഇത് ആക്ച്വലി വെരി സ്ലീപ്പി ബിക്കോസ് ഇറ്റ്സ് ഇപ്പൊ തന്നെ 1 o'clock in the morning. But I am doing it for Shabri. അതെ, I want him to. ഇത് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള കാരണം വെച്ചാൽ എൻ്റെ മൈൻഡിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ബർത്ത്ഡേ ആയിട്ട് നമ്മളെപ്പോഴും എല്ലാവരും നമുക്കല്ലേ ഗിഫ്റ്റ് തരുന്നത്, നമ്മൾ ആരും സ്വന്തമായിട്ട് ഗിഫ്റ്റ് എടുക്കാറില്ലല്ലോ. ഞാൻ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചെന്നാണോ ഞാൻ വിചാരിച്ചു. സോമി എനിക്ക് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് തന്നു. അത് മറ്റൊന്നുമല്ല, ഒരു ചെറിയ ഗിഫ്റ്റ്. കണ്ടില്ലേ, ഒരു കാറിനോട് ഒരു കാറല്ല. He usually likes car. He actually has a collection of many cars. കുറെ സൂപ്പർ കാർസ്, ചെറിയ ചെറിയ ടോയ്സ് എവിടെ കണ്ടാലും ശബരി അത് വാങ്ങാറുണ്ട്. എന്നിട്ട് എവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്യാനാണോ ആരെങ്കിലും കാണിക്കാനോ എന്തോ ഒരു ഭ്രാന്ത് പോലെയാണ് ശബരി കാറിന്റെ കളക്ഷൻ ഒക്കെ ചെയ്യുന്നത്. ആൻഡ് ഇത് നമ്മൾ തന്നെ കാറിന്റെ ഒരു മോഡലാണ്. I thought he will like it. ഒരുപാട് ഇഷ്ടപ്പെട്ടു. He liked it. ഇല്ല, ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ സിമിൻ ചേട്ടനും ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. സിമിൻ ചേട്ടനും കാവ്യമ്മയും അല്ലിക്കുട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരും എനിക്കൊരു ഗിഫ്റ്റ് തന്നു. കണ്ടില്ലേ, കോൺവേഴ്സ് ഷൂവിനോടും എനിക്ക് പ്രത്യേക ഒരു കളക്ഷൻ, അതായത് ഒരു ഇഷ്ടമുണ്ട്. സ്നീക്കർ കളക്ഷൻ ഉണ്ട് എനിക്ക്. എല്ലാത്തിനോടല്ല, ചില കാര്യങ്ങളോട് എനിക്ക് പ്രത്യേക ഇഷ്ടമുണ്ട്. ലൈക്ക് ചെറിയ ഹോട്ട് വീൽസ്, കാറുകൾ, സ്നീക്കേഴ്സ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അറിയാൻ പാടില്ല. ഇഷ്ടമില്ലാത്തത് പറയാൻ പറഞ്ഞാൽ അപ്പോൾ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എനിക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. സെൽഫ് ലവ്. അതാണല്ലോ ഇനി ഈ ഒരു ജനറേഷനിൽ, അല്ല ഈ ഒരു ജനറേഷനിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ വേറൊരു പട്ടി നമ്മളെ സ്നേഹിക്കത്തില്ല. അല്ല, സ്നേഹിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്, ഈ പട്ടി ഉണ്ടാവും. പക്ഷെ മെയിനായിട്ട് സ്നേഹിക്കുന്നത് നമ്മളെ തന്നെ അല്ലേ. നമ്മളെ തന്നെ നമ്മൾ ഹാപ്പി ആക്കണം. അതുകൊണ്ട് ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് മേടിച്ചു. സോമിന്റെ റിയാക്ഷൻ ശബരി ഇത് മനസ്സ് വെച്ചേക്ക. ബിക്കോസ് എന്റെ ബർത്ത്ഡേ ഇപ്പൊ കഴിഞ്ഞു, ഞാൻ എനിക്ക് സെൽഫ് ഗിഫ്റ്റ് ചെയ്തിട്ടില്ല. എന്റെ കുറ്റമല്ല ഗൈസ്, കുറ്റമല്ല. ഞാൻ വിചാരിച്ചു ശബരി ഈ ഐഡിയക്ക് അഗൈൻസ്റ്റ് ആണെന്നാണ്. ഇഫ് ഐ ന്യൂ ഇറ്റ് ബിഫോർ then I would have made some noise. എനിക്ക് തന്നെ അങ്ങ് മേടിച്ചു. ഞാൻ ഇപ്പൊ കാണിക്കാം എന്താ വെച്ചിട്ടുണ്ടല്ലേ. വെയിറ്റ്, ഷൂ ആയിരിക്കും, ന്യൂ ബാലൻസ് മേലിലൊക്കെ കൊണ്ടുവച്ച്. എനിക്കാണോ? അല്ല. റിയലി? സോ ഇതാണ് ഞാൻ എനിക്ക് തന്നെ മേടിച്ച ഗിഫ്റ്റ്. എന്ത് ഷൂ? ഇത് ലെവൽ ഷൂസിന്നാണ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. This is too much, Shabri. ഇത് കുറച്ച് നിങ്ങൾ കാണണ്ടേ. സോ ഇതിന്റെ പാക്കിങ് തന്നെ നിങ്ങൾക്ക് കാണാം. ലൂയി വിറ്റോണൊന്നുമല്ല, അത്ര ആയിട്ടില്ല. സോ ഇതാണ് ഞാൻ എനിക്ക് തന്നെ മേടിച്ച ഗിഫ്റ്റ്. ഇത് അവരുടെ പാക്കിംഗ് ആണ്. ഇത് ലെവൽ ഷൂസ് എന്നാണ് ഓർഡർ ചെയ്തത് ഓൺലൈൻ. വെയിറ്റ്, ഗുച്ചി. ഇത് അവരെനിക്ക് തന്ന നോട്ടാണ്. ഞാൻ തന്നെ എനിക്ക് തന്നെ എഴുതിയ നോട്ട്. ഓക്കെ, സോമി വായിക്കും. എന്താ ഇത് ടേൺ ചെയ്ത് എനിക്ക് വരരുത്. മേ ബി ഇത് ബില്ലാണ്. അല്ലല്ല, നോട്ടുണ്ട്. സോ ഇതാണ് നോട്ട്. വായിച്ച് കേൾപ്പിക്കും. Cheers to me. Here is to growth, grace and new beginnings. Happy birthday to Shabri Somi. Why my name is there? അല്ല, ബാംഗ്ലൂർ ഡേയ്സിൽ പറയുന്നല്ലേ, നമ്മൾ ആണുങ്ങൾ
നമ്മുടെ വൈഫിൻ്റെ പേരൊന്നും വെക്കാറില്ലല്ലോ, പക്ഷെ ഞാൻ വെക്കും. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. പേര് മാറ്റി. പക്ഷെ പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്, അതുകൊണ്ട്. ദിസ് ഈസ് വെരി നൈസ്. അവർ പറഞ്ഞ് ചെയ്യിപ്പിച്ചാമോ? കണ്ടില്ലേ, ഇത് അടിപൊളിയാണ് കേട്ടോ. ലെവൽ ഷൂസും നമുക്ക് തന്നെ മെൻഷൻ ചെയ്യാം എന്ത് വേണമെങ്കിലും, അതായത് എന്ത് മെസ്സേജ് വേണമെങ്കിലും നമുക്ക് തന്നെ മെസ്സേജ് ചെയ്യാം, മീൻസ് മെൻഷൻ ചെയ്യാം. അത് അവരങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാക്കിങ്. ഇത് ഞാൻ ഓൾറെഡി ഒരു വട്ടം പൊട്ടിച്ച് നോക്കിയതാണ്. പിന്നെ അത് കണക്ക് തന്നെ ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതേ കണക്ക് തന്നെയായിരുന്നു അവർ നമുക്ക് കൊണ്ടുവന്ന പാക്കേജ്. ഇതെങ്ങനെയാണ് നോക്കിക്കോ. കണ്ടില്ലേ, സർപ്രൈസ് ആണ്. പാക്കേജ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി. ഇത് ന്യൂ ബാലൻസിന്റെ ഒരു ഷൂ ആണ്. പിടിച്ചേ. ഇതാണ് സാധനം, കണ്ടില്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് നാളും കൊണ്ട് ഞാൻ സ്കെച്ച് ചെയ്ത് വെച്ചിരുന്ന സാധനം ഞാൻ പൊക്കി. പിന്നെ വേറെ ഒരെണ്ണം സ്കെച്ച് ചെയ്തത്, അതിന് കുറച്ച് എക്സ്പെൻസ് കൂടുതലായുണ്ട്. ഒന്നും പറയില്ല, അവിടെ ഞാൻ ഇട്ട് കാണിക്കാം. സോ അപ്പോൾ ഇതാണ് ഐറ്റം. ഇതെന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സോമി എന്നെ വഴക്കുറല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ മേടിച്ചത്. അതും ഒരു റീസൺ ആണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഇല്ല അതിന് മെറ്റീരിയൽ അങ്ങനെ. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി ഏതങ്ങനെയാണ് ഇതിന്റെ മെറ്റീരിയൽ അങ്ങനെയാ, ഒരു കോഡർ അല്ല ആക്ച്വലി, കൈൻഡ് ഓഫ്. സോ അങ്ങനെയാണ്, നൈസ് മെറ്റീരിയൽ ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. ഞാൻ ഇത് ഓൾറെഡി ഇട്ട് നോക്കിയതാണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ. താങ്ക് യു ഗൈസ്. അപ്പോൾ പീസ് ആൻഡ് ലവ്.